ക്രിസ്തുവിൽ വാത്സല്യം നിറഞ്ഞ പ്രിയ സഹോദരരെ, ക്രിസ്തുമസ് കാലത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഏറ്റവും ലാളിത്യമുള്ള ഒരു കുഞ്ഞുണ്ട്, സ്നാപക യോഹന്നാൻ. അവൻ്റെ ജനനം തന്നെ വളരെ അത്ഭുതകരമായിരുന്നു. ഉദരത്തിൽ കിടക്കുമ്പോൾ പോലും മാതാവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇങ്ങനെ ഉദരത്തിൽ കിടന്ന് തുള്ളിച്ചാടുന്ന ഒരു ശിശു. എന്തൊരു സുന്ദരമാണ് അത്. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ അവൻ്റെ അപ്പൻ ദൈവത്തെ വാഴ്ത്തി സംസാരിക്കുവാൻ തുടങ്ങി. ചുറ്റുപാട് നിന്നവർ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ഇവൻ ആരായിത്തീരും, ഇവനെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ടെന്ന് അവർ മനസ്സിലാക്കി. ഇങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങൾ വളരേണ്ടതെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനോ അറിയുവാനോ അവർക്ക് പ്രായമായിട്ടില്ല എന്ന്. പരിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ, ആദ്യ കുർബാന സ്വീകരണത്തിനൊക്കെ ഇങ്ങനെയുള്ള ചില സംശയങ്ങളൊക്കെ മാതാപിതാക്കൾ പ്രകടിപ്പിക്കാറുണ്ട്. ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാകുമോ? എന്നാൽ അവരുടെ കയ്യിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള മൊബൈൽ ഫോണോ അതേപോലുള്ള ഉപകരണങ്ങളോ ഒക്കെ കൊടുക്കുമ്പോൾ ഒന്നും അറിയാതെ തന്നെ അവർ കൃത്യമായിട്ട് അത് ഉപയോഗിക്കുന്നതും അതിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസും അത് മനസ്സിലാക്കി തുറക്കുന്നതൊക്കെ നമ്മൾ കാണും. അപ്പോൾ അവർക്ക് അറിയാഞ്ഞിട്ടല്ല, ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഈ ദൈവം എന്നുള്ളത് അറിയുവാനായിട്ടുള്ള ആഗ്രഹമില്ലാഞ്ഞിട്ടാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ആഗ്രഹമില്ലാഞ്ഞത്? ആരും അവരെ മോഹിപ്പിച്ചിട്ടില്ല. കർത്താവിനെ അറിയുന്നത്, കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നത് ഇത്ര സുന്ദരമാണെന്ന് ആരെങ്കിലുമൊക്കെ മോഹിപ്പിച്ചാൽ അവർക്കത് അറിയുവാനായിട്ടുള്ള ആഗ്രഹമുണ്ടാകും. വിശുദ്ധ കൊച്ചിത്രേസ്യയെക്കുറിച്ച് പറയുന്നത്, അവൾ 12ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ ഒരു കണ്ടംപ്ലേറ്റീവ് എക്സ്പീരിയൻസ്, ധ്യാനാത്മക അതീന്ദ്രിയ അനുഭവത്തിലേക്ക് പോയി. മറ്റു വിശുദ്ധരൊക്കെ, വിശുദ്ധ ആവിലയിലെ തെരേസയൊക്കെ ഒരുപാട് പക്വത പ്രാപിച്ചിട്ട് എത്തിച്ചേർന്ന ഒരു അനുഭവത്തിലേക്ക് ഇവൾ വെറും 12ാമത്തെ വയസ്സിൽ വന്നു. കുഞ്ഞുങ്ങൾക്ക് പറ്റും ദൈവത്തെ അറിയാൻ, ദൈവത്തെ അനുഭവിക്കാൻ, ആ ദൈവത്തെ പകർന്നു കൊടുക്കാൻ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച് മരിച്ചുപോയ കാർലോ അക്വിറ്റസ് എന്ന് പറയുന്ന വിശുദ്ധനൊക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. ഈ ക്രിസ്മസ് കാലയളവിൽ നമുക്കതുകൂടി തിരിച്ചറിയാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത്, അനുഭവിക്കുന്നത് സുന്ദരമാണ് എന്ന് മോഹിപ്പിക്കുന്നതിലേക്ക്, അതിലൂടെ സ്നാപക യോഹന്നാനെ പോലെ അവരെ കണ്ടുകൊണ്ട് എല്ലാവരും ദൈവത്തെ വാഴ്ത്തുവാനും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുവാനും സാധ്യമാകട്ടെ. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കുവാൻ പറ്റിയ ഏറ്റവും സുന്ദരമായിട്ടുള്ള സമ്മാനം. ദൈവത്തിൻ്റെ നാമത്തിന് ഉപരിമഹത്വം ഉണ്ടാകട്ടെ.